നിലമ്പൂരിലെ വൈദ്യുതി അപകടവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾക്കെതിരെ വിശദീകരണവുമായി കെ.എസ്.ഇ.ബി. സംഭവത്തിൽ കോൺഗ്രസും കെ.എസ്.ഇ.ബിയെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. വൈദ്യുതി മോഷ്ടിച്ച പന്നിക്കണി നിർമ്മിക്കുന്ന വിവരം കെ.എസ്.ഇ.ബിയെ അറിയിച്ചിരുന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമെന്ന വഴിക്കടവ് സെഷൻസ് ഓഫീസിൽ അത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ലെന്നും കെ.എസ്.ഇ.ബി വിശദീകരിക്കുന്നു. തോട്ടിയിൽ ഘടിപ്പിച്ച വയർ വൈദ്യുതി ലൈനിൽ കൊളുത്തി വൈദ്യുതി മോഷ്ടിച്ചതാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന അപകടത്തിന് കാരണം. അപകടത്തിൽ വഴിക്കടവ് സ്വദേശി അനന്തു മരണപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അനന്തുവിന്റെ മരണം കെ.എസ്.ഇ.ബിയുടെ അനാസ്ഥ കാരണമാണെന്നും കെ.എസ്.ഇ.ബി അധികൃതരെ 7 മാസം മുൻപ് പരാതി അറിയിച്ചിരുന്നുവെന്നുമാണ് കോൺഗ്രസും ചില മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ സംഭവത്തെ രാഷ്ട്രീയ മുതൽക്കൂട്ടായാണ് UDF ഉപയോഗിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് വസ്തുതാവിരുദ്ധ വാർത്തകൾക്കെതിരെ കെ.എസ്.ഇ.ബി രംഗത്തെത്തിയത്. വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി നിർമ്മിക്കുന്ന വിവരം കെ.എസ്.ഇ.ബിയെ അറിയിച്ചിരുന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും വഴിക്കടവ് സെക്ഷൻ ഓഫീസിൽ അത്തരമൊരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കെ.എസ്.ഇ.ബി അറിയിച്ചു. വനാതിർത്തിക്ക് സമീപം ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിലാണ് ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിക്കുന്നത്. ഇത്തരം മോഷണങ്ങൾ കെ.എസ്.ഇ.ബി ജീവനക്കാർക്ക് സ്വമേധയാ കണ്ടെത്തി നിയന്ത്രിക്കുന്നത് എളുപ്പമല്ലെന്നും കെ.എസ്.ഇ.ബിയുടെ വിശദീകരണക്കുറിപ്പിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ക്രിമിനൽ കുറ്റമാണെന്നും കെ.എസ്.ഇ.ബി അറിയിച്ചു. ഇതോടെ സംഭവത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ വസ്തുതാവിരുദ്ധ വാർത്തകളുമാണ് തകർന്നടിഞ്ഞത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.